നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് അസ്ഥിരോഗ ചികിത്സയിലെ ലളിതമായ മാർഗ്ഗങ്ങളെക്കുറിച്ചാണ്. ഈ വിഷയം ചർച്ചയിനായി നമ്മോടൊപ്പമുള്ളത് തൃശ്ശൂരിലെ അമല ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് ഓർത്തോപെഡിക് സർജനായ ഡോക്ടർ ഡൊമിനിക് പുത്തൂരാണ് നമ്മോടൊപ്പമുള്ളത്. നമസ്കാരം ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. സാർ, നമുക്കറിയാം ഓർത്തോപെഡിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ വാസ്റ്റായിട്ടുള്ള സബ്ജക്റ്റ്, അതുപോലെ തന്നെ ആൾക്കാർക്ക് ഏറ്റവും സൗകര്യപ്രദമായ രീതിയിൽ ചികിത്സ കൊടുക്കുന്ന ഒരു സമയമാണ്. യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ ഒരു ആക്സിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ ഒരു ലോങ് ടൈം ബെഡ് റെസ്റ്റ് ഒന്നും ഇല്ലാതെ തന്നെ ആ പേഷ്യൻറ്റിനെ എത്രയും പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ജോലിയിലെത്തിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ധർമ്മം ഇന്ന് യഥാർത്ഥത്തിൽ ഒരു ഓർത്തോപെഡിക് സർജൻ അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് ചെയ്യുന്നുണ്ട്. അതൊരു വലിയൊരു കാര്യമാണ്. ഒരു പക്ഷേ 3-4 ആഴ്ച അല്ലെങ്കിൽ മാസങ്ങളോളം ബെഡഡനായിട്ട് ചിലപ്പോൾ വീട്ടിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോ കിടക്കേണ്ട അവസ്ഥയിൽ നിന്ന് മാറി അദ്ദേഹത്തിനെ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചക്കകത്ത് അദ്ദേഹത്തിൻ്റെ നോർമൽ ആക്ടിവിറ്റിയിലേക്ക് കൊണ്ടെത്തിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു മഹത്തായൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ വരുന്ന മറുവശത്ത് അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് എക്സ്പെൻസ്, അതായത് ഒരു സർജിക്കൽ പ്രൊസീജിയറിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ദിവസം അല്ലെങ്കിൽ 3 ദിവസം ഹോസ്പിറ്റലായി കഴിഞ്ഞാൽ ഒരു 1 ലക്ഷത്തിന് മുകളിൽ വരുന്ന ഒരു ചികിത്സാ ചെലവ്, ഇത് രണ്ടും നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. യഥാർത്ഥത്തിൽ സാർ ഇപ്പോൾ ഈ സബ്ജക്റ്റ് ചൂസ് ചെയ്തതുപോലെ അസ്ഥിരോഗ ചികിത്സയിലെ ലളിതമായിട്ടുള്ള മാർഗ്ഗങ്ങൾ ഇപ്പോഴും അത് ജനങ്ങൾക്ക് അജ്ഞമായിട്ടുള്ളൊരു കാര്യമാണ്. അജ്ഞമെന്ന് പറഞ്ഞുകൂടാ, അവരുടെ ചിന്തകളെ മാറ്റിയെടുത്തു എന്നേ പറയാൻ പറ്റുള്ളൂ. തീർച്ചയായും. ഞാൻ ഈ പറയുന്ന ഇപ്പോൾ കാണിക്കുന്ന 3 പടങ്ങൾ എക്സ്റേ, അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ്. ഇപ്പോൾ തീർച്ചയായിട്ടും അല്ലെങ്കിൽ എക്സ്റേയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് സാർ നമ്മൾക്ക് ഈ ട്രീറ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എന്തുകൊണ്ട് നമുക്കറിയാം കേരളത്തിലെ ട്രീറ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ കൂടുതലായി അല്ലെങ്കിൽ നമ്മുടെ എക്സ്പെൻഡിച്ചർ കൂടിയത് കൊണ്ട് ഒരുപാട് ആൾക്കാർ ദാരിദ്ര്യത്തിലേക്ക് പോകുന്നതായിട്ട് പലപ്പോഴും നമ്മൾ പത്രവാർത്തകളിലൂടെ കാണാറുണ്ട്. അതായത് ഈ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പണമില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു ജനവിഭാഗം ഇപ്പോഴും അല്ലെങ്കിൽ നമ്മുടെ മിഡിൽ ക്ലാസ്സോ അല്ലെങ്കിൽ ലോവർ മിഡിൽ ക്ലാസ്സോ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. ഗവൺമെൻറ്റിന് ഹെൽപ്പ് ചെയ്യാൻ കഴിയാത്ത വിധമുള്ള ആൾക്കാർ. അത് യഥാർത്ഥത്തിൽ ഈ ഓർത്തോപെഡിക് സർജറി അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള ലളിതമായ മാർഗ്ഗങ്ങളിൽ കൂടെ നമുക്ക് അതിലേക്ക് അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുമോ? ലളിതമായ മാർഗ്ഗങ്ങളെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ഞാൻ ഈ ഇൻ്റർവ്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് തുടക്കം എന്നുള്ള നിലയ്ക്ക് എക്സ്റേയിലേക്ക് വരുന്നുണ്ട് സാർ. തീർച്ചയായിട്ടും എക്സ്റേയിലേക്ക് തന്നെ വരുന്നുണ്ട് സാർ. നമ്മൾ ചികിത്സയിൽ ഈ കുതിച്ച് കയറി ഇപ്പോൾ നമുക്കറിയാം ഒരു ഇംപ്ലാന്റിന് വേണ്ടിയിട്ട് വളരെയധികം കോസ്റ്റ് വരുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ഈവൻ നമുക്ക് 2000 രൂപയ്ക്ക് കിട്ടുന്ന ഇംപ്ലാന്റ് മുതൽ 2 ലക്ഷം രൂപ വരെയുള്ള ഇംപ്ലാന്റിൻ്റെ വലിയൊരു നിര. അതായത് നമ്മളൊരു ഒരു 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 ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ 50 രൂപയ്ക്ക് കഴിക്കുന്ന സ്ഥലം മുതൽ 50 രൂപ മുതൽ 5000 രൂപ വരെയുള്ള അല്ലെങ്കിൽ ഒരു വലിയ വെറൈറ്റി ഉള്ള ഏത് എടുക്കണം, ഏത് ചൂസ് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻ വരുന്ന, അല്ലെങ്കിൽ തുണിക്കടയിൽ ഒരു സാധനം പോയി എടുക്കുന്നത് പോലെയുള്ള, അല്ലെങ്കിൽ നമ്മൾ കടയിൽ പോയി ഒരു ഷർട്ട് എടുക്കുന്നത് പോലെയുള്ള വൈവിധ്യമാർന്ന തരത്തിലുള്ള ഇംപ്ലാന്റ്സ് ശരീരത്തിൽ ഉപയോഗിക്കുന്ന പലതരം മെറ്റൽ കൊണ്ട് ഉപയോഗിക്കുന്ന. അപ്പോൾ പലപ്പോഴും കൺഫ്യൂസ്ഡാണ്. ഈ മെറ്റൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ കോസ്റ്റ്, ഞാനിപ്പോൾ ഒരു ദരിദ്രനാണ് അല്ലെങ്കിൽ എനിക്ക് അത്രയും പണം ചിലവാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. അപ്പോൾ അത്രയും വലിയ ഒരു എക്സ്പെൻസീവായിട്ടുള്ള ഒരു ഇംപ്ലാന്റ് ഉപയോഗിക്കുന്നതിൽ എനിക്ക് അത്രത്തോളം മെച്ചം, അതായത് എൻ്റെ ജീവിതം ഞാൻ കടം കൊടുത്ത് വാങ്ങിക്കുന്ന പൈസ കൊണ്ട് വാങ്ങിക്കേണ്ട അത്രയും ഒരു മെച്ചം യഥാർത്ഥത്തിൽ ആ ഒരു എക്സ്പെൻസീവായിട്ടുള്ള ഇംപ്ലാന്റ് ഉപയോഗിക്കുന്നതിലുണ്ടോ? ഞാൻ എൻ്റെ അനുഭവങ്ങൾ പറയാം. ഞാൻ ഒരു ഡിസ്കഷനിൽ പറയുന്നത് നല്ലത്. ഉദാഹരണമായിട്ട് ഏതാണ്ട് 10 കൊല്ലം മുമ്പ് ഒരു ഡൽഹിയിൽ ജോലി ചെയ്തിരുന്ന ഒരു ആൾ, ഒരു 25 വയസ്സായിട്ടുള്ള ഒരാൾ, അവിടെ ഈ ക്ലാവിക്കിൾ ഇവിടുത്തെ ബോൺ ഫ്രാക്ചറായിട്ട് അവിടെയുള്ള ഒരു ആശുപത്രിയിൽ ഓപ്പറേഷൻ ചെയ്ത് തുന്നലെടുക്കാനായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നു. തുന്നലെടുത്തതിന് ശേഷം അയാൾ എന്നോട് ചോദിച്ചു, ഇനി ഈ അകത്തിരിക്കുന്ന മെറ്റൽ എപ്പോഴാണ് എടുക്കുക എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, എനിക്കറിയില്ല. കാരണം ഞാൻ 500 1000 ഇതുപോലെയുള്ള ഫ്രാക്ചറുകൾ ചികിത്സിച്ചിട്ടുണ്ടെങ്കിലും ഒരിക്കലും ഓപ്പറേഷൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്കത് അറിയില്ല. അപ്പോൾ അയാൾ പറഞ്ഞു, ശരിക്കും എന്നെ ചികിത്സിച്ച ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നില്ല. അദ്ദേഹം ഡോക്ടർ പറഞ്ഞ പോലെയുള്ള സിമ്പിൾ ചികിത്സയാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഈ എക്സ്റേ പിടിച്ചുകൊണ്ട് എൻ്റെ കൂടെയുള്ള എൻ്റെ കൂട്ടുകാർ ആ ഡോക്ടറെ ചോദ്യം ചെയ്തു, ആ എക്സ്റേ പിടിച്ചുകൊണ്ട്. അങ്ങനെയാണ് ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യാൻ സമ്മതിച്ചത്. അപ്പോൾ ഞാൻ ചോദിച്ചു, എത്ര രൂപ ചിലവായി? 1.5 ലക്ഷം രൂപ ചിലവായി. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. അപ്പോൾ അതുപോലെ എക്സ്റേയിലേക്ക് തന്നെ പോകാം. എക്സ്റേയിലേക്ക് പോകാം. കാരണം അതല്ല ഇതാണ് എങ്ങനെയാണ് പൊട്ടിയ എല്ല് ഉറയ്ക്കുന്നത് എന്ന്, സ്വാഭാവികമായിട്ട് ഉറയ്ക്കുന്നത് എന്ന് കാണിച്ചിരിക്കുകയാണ്. ചുറ്റുവട്ടത്തും ഒരു ഗ്ലൂ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള കാലസ് എന്ന് പറഞ്ഞ സാധനം വന്ന് പൊതിയാണ് ചെയ്യുന്നത്.
അടുത്ത എക്സ്റേകൾ ലാസ്റ്റ് വരുന്നുണ്ട്. തീർച്ചയായിട്ടും സാർ. അപ്പോൾ ഈ എക്സ്റേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് ഒരുപക്ഷെ ഈ എക്സ്റേ എന്ന് പറയുന്ന സാധനം പലപ്പോഴും സാധാരണക്കാർ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും മനസ്സിലാകും എന്ന് തോന്നുന്നില്ല. അതെ, അതായത് മറ്റൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പല ലളിതമായ മാർഗങ്ങൾ ചൂസ് ചെയ്യാനായിട്ട് വളരെ ആഗ്രഹമുള്ള ഒരാളാണ്. പക്ഷേ പല അനുഭവങ്ങളും ആ ഒരു ലളിതമായ രീതികൾ അവലംബിക്കാൻ എനിക്ക് എന്നെ വളരെയധികം നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ലളിതമായ രീതിയിൽ പ്ലാസ്റ്റർ ഇട്ടിട്ടോ ഒക്കെ വിടുന്ന കേസുകൾ പലരും തിരിച്ചു വരാതെ വേറെ സ്ഥലത്ത് പോയി ഓപ്പറേഷൻ ചെയ്യുന്നത് കാണുന്നുണ്ട്. സത്യത്തിൽ ലളിതമായ രീതികളിൽ പ്ലാസ്റ്റർ ഇട്ടിട്ട് പിന്നെ അവർ എക്സ്റേ എടുത്ത് നോക്കി എക്സ്റേ കണ്ട് പേടിച്ച് എക്സ്റേ അവർക്ക് തൃപ്തിയില്ലാതെ അന്യ സംസ്ഥാനത്ത് കോയമ്പത്തൂർ പോയി ഓപ്പറേഷൻ ചെയ്തിട്ട് എനിക്കേതൊരു കേസ് അടക്കം വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള തിക്തമായ അനുഭവങ്ങളാണ് ലളിതമായ രീതികൾ ഞാൻ അഡോപ്റ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. ഏറ്റവും രസകരമായ അപ്പോൾ അങ്ങനെയുള്ള തിക്താനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഞാൻ പലപ്പോഴും ലളിതമായ രീതികളിലുള്ള എൻ്റെ ആവേശം കുറഞ്ഞു. ഇപ്പോൾ അല്ലാത്ത രീതികളാണ് ഞാൻ ആദ്യം പറയാം, ലളിതമായ രീതികൾ അവസാനമേ പറയുള്ളൂ. പക്ഷേ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ സാമ്പത്തികമായി നല്ല നിലയിലുള്ള ആൾക്കാർ ലളിതമായ രീതികൾ തിരഞ്ഞെടുക്കുകയും വളരെ കഷ്ടപ്പെടുന്ന ആൾക്കാർ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതികൾ ഓപ്പറേഷൻ തന്നെ വേണമെന്ന് നിർബന്ധം പിടിക്കുകയും ചെയ്യാറുണ്ട്. ഉദാഹരണമായിട്ട് ഞങ്ങളുടെ ഒരു ദിവസം കാഷ്വാലിറ്റിയിൽ ഒരു കേസ് വന്നു. ഇവിടുത്തെ ഒരു എല്ല് പൊട്ടിയതാണ്. ആ പൊട്ടി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം എൻ്റെ കൂടെയുള്ള ഡോക്ടറാണ്, ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്, ഞങ്ങൾ യൂണിറ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഡോക്ടറാണ് എൻ്റെ കൂടെയുള്ളത്. പിറ്റേ ദിവസം കാലത്ത് എക്സ്റേനെ കാണിച്ചു. പിറ്റേ ദിവസം ഓപ്പറേഷൻ ചെയ്യാനുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തു കഴിഞ്ഞു. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ഡോക്ടറോട് ചോദിച്ചു, ലളിതമായ ചികിത്സ, ഓപ്പറേഷൻ ചെയ്യാതെയുള്ള ചികിത്സ ആ രോഗിയോട് പറഞ്ഞിരുന്നോ? അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ പറഞ്ഞോട്ടെ? ശരി എന്ന് ഡോക്ടർ സമ്മതിച്ചു. അപ്പോൾ എന്നിട്ട് രോഗിയെ കാണാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ആ രോഗി എൻ്റെ നാട്ടുകാരനാണ്, എന്നെ അറിയുന്നതാണ്. മാത്രമല്ല എൻ്റെ വളരെ നല്ല നിലയിൽ ബിസിനസ് നടത്തുന്ന ഒരാളും കൂടിയാണ്, വിജയകരമായിട്ട് ബിസിനസ് നടത്തുന്ന ഒരാളും കൂടിയാണ്. അങ്ങനെ അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഇങ്ങനെയൊക്കെ ഓപ്പറേഷൻ ഇനി ചെയ്യല്ലേ നല്ലത്, എന്തിനാ ലളിതമായ രീതികൾ അയാൾക്ക്. എങ്കിലും ഞാൻ അയാളോട് പറഞ്ഞു. പക്ഷേ അപ്പോൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ലളിതമായ രീതികളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അയാൾ എന്നോട് ചോദിച്ചു, ഡോക്ടർക്ക് ഏതാ നല്ലതെന്ന് തോന്നുന്നത്? ഞാൻ പറഞ്ഞു, എനിക്ക് നല്ലത് തോന്നുന്നത് ലളിതമായ രീതികളാണ്, എന്നാൽ എനിക്കത് മാത്രം മതി എന്നാണ് അവർ എന്നോട് പറഞ്ഞത്. അപ്പോൾ അയാൾ ഞാൻ ഒന്നുകൂടി പ്ലാസ്റ്റർ ഇട്ട് അയാളെ ഭംഗിയായിട്ട് വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു, ഒന്നുകൂടി വൃത്തിയായിട്ട് പ്ലാസ്റ്റർ ഇട്ടിട്ട്. അത് കഴിഞ്ഞ് മാസങ്ങൾക്ക് ശേഷം എല്ലാം കുറച്ചു. മാസങ്ങൾക്ക് ശേഷം ഞാൻ അയാളെ വേറെ അവസരത്തിൽ കണ്ടപ്പോൾ അയാൾ എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, പ്ലാസ്റ്റർ ഇട്ട് എൻ്റെ വീട്ടിലേക്ക് വിട്ടല്ലോ, പക്ഷേ ധാരാളം പേര് എന്നെ നിർബന്ധിച്ചു വേറെ സ്ഥലത്ത് പോയിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ. പക്ഷേ ഞാൻ വിവേകപൂർവ്വം ഡോക്ടർ പറഞ്ഞ ചികിത്സ മതി എന്ന് നിർബന്ധം പിടിച്ചു. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് അയാൾ ബിസിനസ്സിൽ വിജയിക്കാൻ കാരണം അയാളുടെ വിവേകമാണ്. പലപ്പോഴും വിവേകരഹിതമായിട്ടുള്ള തീരുമാനങ്ങളാണ് ഇതുണ്ടാക്കുന്നത്. ഞാൻ സാർ തീർച്ചയായിട്ടും സാർ ഈ എല്ലാ പൊട്ടലുകൾക്കും അല്ലെങ്കിൽ പോകാൻ എല്ലാ പൊട്ടലുകൾക്കും നമ്മൾ സർജറി അനിവാര്യമാണോ യഥാർത്ഥത്തിൽ? നമുക്കറിയാം, കൈ പൊട്ടി വീണു, അകത്ത് ഒരു എല്ല് പൊട്ടിയിട്ടുണ്ട്. അതായത് ഓർത്തോപെഡിക്സിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ വർഷങ്ങളോളം പഠിച്ചതാണ്. അതൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു തീർക്കാവുന്നതല്ല. തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ അനുഭവങ്ങൾ ചിലത് പങ്കുവെച്ച്, അപ്പോൾ ഞാൻ കാണിക്കാൻ ഉദ്ദേശിച്ചിരുന്ന എക്സ്റേ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ തന്നെ എല്ല് പൊട്ടി, അതിലേക്ക് തന്നെ എക്സ്റേയിലേക്ക് തന്നെ തിരിച്ചു പോകാം. സാർ നമുക്ക് സാർ നേരത്തെ പറഞ്ഞ എക്സ്റേയിലേക്ക് തന്നെ കടക്കാം. സാർ നമുക്ക് ഇപ്പോൾ ഈ എക്സ്റേ കാണുന്നത് ഇത് കാലസ് ഫോർമേഷൻ. അതിന് മുന്നുള്ള ഒരു എക്സ്റേ കൂടി കിട്ടുകയാണെങ്കിൽ നല്ലതായിരുന്നു. അതല്ല, അത് ലാസ്റ്റാണ്. അതിന് ഒരെണ്ണം കൂടിയുണ്ട്. ഇതാണ് ഈ ഒരു എക്സ്റേ. ഈ കയ്യിൻ്റെ ഇവിടെയുള്ള ഒരു എക്സ്റേ ആണ്. ഹ്യൂമറസ് എന്ന് പറഞ്ഞാൽ ഫ്രാക്ചർ, ഇവിടെ മുട്ടിന് മീതെയുള്ള ഫ്രാക്ചറാണ്. ഞാനത് ഫ്രാക്ചർ വന്നത് 40 വയസ്സുള്ള ഒരാൾക്കാണ്. അയാൾക്ക് ഞാൻ പ്ലാസ്റ്റർ ഇട്ട് എക്സ്റേ കണ്ടപ്പോൾ ആർക്കും തൃപ്തി തോന്നില്ല. സ്വാഭാവികമായിട്ടും ഈ എക്സ്റേ കണ്ട ഒരാളും അത് ഇഷ്ടപ്പെടില്ല. പക്ഷേ അത് മതി എന്ന് തീരുമാനിച്ചു. അയാളെ പ്ലാസ്റ്റർ ഇട്ട് തിരിച്ചു വിട്ടു. 6 ആഴ്ച കഴിഞ്ഞ് വന്നപ്പോഴുള്ള അവസ്ഥ ഞാൻ അടുത്ത എക്സ്റേയിൽ കാണാം. അതല്ല, ഇതെൻ്റെ മാൽ യൂണിയനെ കുറിച്ച് തീർച്ചയായിട്ടും.
ഇതിനകത്ത് കാണുന്നത് 6 ആഴ്ച കഴിഞ്ഞിട്ടുള്ള ഫ്രാക്ചറാണ്. ഇതിനകത്ത് ഇത് അത്ര ക്ലിയർ അല്ലെങ്കിലും കാലസ്, അതായത് സ്വാഭാവികമായിട്ടും എല്ല് ഉറയ്ക്കുന്നതിൽ കാലസ് കൊണ്ടാണ് അത് പൊതിയുന്നത്. ആ ഫ്രാക്ചർ എൻ്റെ കാലസ് കൊണ്ട് പൊതിയുന്നൊരവസ്ഥയാണ്. അപ്പോൾ ആ എക്സ്റേ ആണ് പ്ലാസ്റ്റർ അഴിച്ച് കണ്ടപ്പോൾ. പക്ഷേ എങ്കിലും ഞാൻ അയാളോട് എനിക്ക് ആ കാലസ് പോരാ എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഒരാഴ്ച കൂടി പ്ലാസ്റ്റർ ഇടാൻ അയാളോട് പറഞ്ഞു. പക്ഷേ അയാൾക്ക് പക്ഷേ നോക്കുമ്പോൾ അയാൾക്ക് ഒരു കുഴപ്പം കാണുന്നില്ല. അയാൾ കൈയൊക്കെ പൊക്കി നോക്കി, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു നോക്കി കാണിച്ചു. എനിക്കൊരു വേദനയില്ലല്ലോ ഡോക്ടർ, എനിക്ക് കൈ ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു, എന്നാൽ ശരി, എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, നിങ്ങൾ ഒരാഴ്ച വളരെ ശ്രദ്ധിക്കണം, അത് കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ച വന്ന് കാണിക്കും വേണം. ശരി, ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞ അയാൾ പോയി. അടുത്ത ബുധനാഴ്ച ഞാൻ അയാൾക്ക് വേണ്ടി കാത്തിരുന്നു. പക്ഷേ അയാൾ വന്നില്ല. അങ്ങനെ പിന്നീട് അയാളെ കാണുന്നത് 2 കൊല്ലം കഴിഞ്ഞിട്ടാണ്. 2 കൊല്ലം കഴിഞ്ഞ് ഒരു പരിചയമുള്ള മുഖം കയറി വന്നപ്പോൾ ഞാൻ ചോദിച്ചു, അയാളെ എനിക്ക് പരിചയമുണ്ടല്ലോ. അപ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ കൈ പ്ലാസ്റ്റർ ഇട്ട് ശരിയാക്കിയത് ഡോക്ടറല്ലേ, ഡോക്ടർക്ക് എന്നെ മനസ്സിലായില്ല അല്ലേ. അപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു, എങ്ങനെയുണ്ട് കയ്യിന് കുഴപ്പമൊന്നും ഉണ്ടായില്ല, പിന്നെ ഒന്നും ചെയ്യേണ്ടി ഒന്നും വന്നൊന്നുമില്ല. അപ്പോൾ എൻ്റെ അടുത്ത് വരാഞ്ഞത്? പിന്നീട് ഡോക്ടർ എന്നോട് പറഞ്ഞത് ഒരാഴ്ച ശ്രദ്ധിക്കണം എന്നല്ലേ. ഞാൻ ഒരാഴ്ച ശ്രദ്ധിച്ചു, ജോലിക്കൊന്നും പോയില്ല. പിന്നത്തെ ആഴ്ച ഞാൻ ജോലിക്ക് പോയി തുടങ്ങി. അപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു, എനിക്ക് ഇയാളുടെ ഒരു പുതിയൊരു എക്സ്റേ എടുത്താൽ കൊള്ളാവുന്നുണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ എൻ്റെ അവിടെ ശക്തനമ്പരാൻ മാർക്കറ്റിൽ ലോഡിങ് അൺലോഡിങ് ചെയ്യുന്ന ആളാണ്, എൻ്റെ കയ്യിൽ നിന്നൊരു കുഴപ്പമില്ല, അപ്പോൾ ഇത് എൻ്റെ എക്സ്റേ എടുക്കണേ. ഞാൻ അയാളോട് പറഞ്ഞു, ഞാൻ എക്സ്റേയുടെ പൈസ ഞാൻ തരാടോ. അപ്പോൾ അയാൾ സമ്മതിച്ചു, എക്സ്റേ എടുക്കാൻ സമ്മതിച്ചു. അങ്ങനെ എക്സ്റേ എടുത്തു. അതാണ് എക്സ്റേ. അവസാനം എടുത്ത എക്സ്റേ നമുക്ക് കാണാം. നമ്മൾ കാലസ് ഫോർമേഷൻ അല്ല, ഇത് നോക്കൂ. ഈ എക്സ്റേ എങ്ങനെയാണ് എല്ലിന് സ്വാഭാവികമായിട്ട് ഉറയ്ക്കുന്നത് കാണിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഭംഗിയുള്ളൊരു എക്സ്റേ അല്ല അത്, തീർച്ചയായിട്ടും. പക്ഷേ അയാൾ അവിടെ മാർക്കറ്റിൽ ലോഡിങ് ആൻഡ് അൺലോഡിങ് ചെയ്യുന്ന ആളാണ്. ഒരു പക്ഷേ ഈ എക്സ്റേ അയാൾ കണ്ടിട്ടില്ല, അതിന് മുമ്പുള്ള എക്സ്റേകൾ അയാൾ കണ്ടിട്ടില്ല, അയാൾ എന്നോട് ചോദിച്ചിട്ടുമില്ല. തീർച്ചയായിട്ടും. ഒരു പക്ഷേ അയാൾ അത് കാണുമായിരുന്നെങ്കിൽ ഒരു പക്ഷേ അത് സമ്മതിക്കില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് ആളുകൾക്ക് ഡോക്ടർമാരിലുള്ള വിശ്വാസക്കുറവുണ്ട്. അവർ എക്സ്റേ അനലൈസ് ചെയ്യണു, എക്സ്റേ തമ്മിൽ ഡിസ്കസ് ചെയ്യണു, എന്നിട്ട് അവസാനം ചെലവ് കൂടിയ ചികിത്സകളിലേക്ക് വന്നു ചേരുന്നു. ചെലവ് കുറഞ്ഞ ചികിത്സ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഡോക്ടർമാരെ അവർ പ്രതിക്കൂട്ടിലേക്ക് മാറ്റുകയാണ്. ഈ ഒരു എക്സ്റേ ഞാൻ മെഡിക്കൽ കോളേജിൽ അമല മെഡിക്കൽ കോളേജിലാണ് പഠിപ്പിക്കുന്നത്. എൻ്റെ വിദ്യാർത്ഥികളെ കാണിക്കാറുണ്ട്. തീർച്ചയായിട്ടും. ഈ എങ്ങനെയാണ് എല്ല് ഉറയ്ക്കുന്നത് സ്വാഭാവികമായിട്ട് എന്ന് കാണിക്കാറുണ്ട്. അങ്ങനെ ഉള്ള ഒരു എക്സ്റേ കണ്ട് അവരങ്ങനെ പോയി. അവിടെ പഠിച്ചൊരു കുട്ടി പിന്നീട് അവൻ പുറത്ത് വർക്ക് ചെയ്യുമ്പോൾ അവൻ്റെ അളിയന് ഇതേപോലെ ഫ്രാക്ചർ വന്നു. സ്വാഭാവികമായിട്ടും അവർ പിറ്റേ ദിവസം ഓപ്പറേഷൻ ചെയ്യാൻ പ്ലാൻ ചെയ്യായിരുന്നു. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഈ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോയാൽ ഒരു പക്ഷേ പ്ലാസ്റ്ററിൽ ഓപ്പറേഷൻ ചെയ്യാതെ നടന്നു കിട്ടും. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച പോലെ അവർ കൊണ്ടുവന്നു, പ്ലാസ്റ്റർ ഇട്ട് ശരിയാക്കി. അത് കഴിഞ്ഞ് എല്ലാം കുറച്ച് കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഈ രോഗിയുടെ ഭാര്യ സ്റ്റാഫ് നേഴ്സാണ്. അപ്പോൾ സ്റ്റാഫ് നേഴ്സിൻ്റെ ആ ഒരു സർക്കിളിൽ അവർ വിചാരിക്കുകയാണത്രേ ഇതൊരു അത്ഭുതം സംഭവിച്ചു. തീർച്ചയായിട്ടും. ആൾക്കാർ പറഞ്ഞു ഒപ്പിക്കുന്നത് എല്ല് പൊട്ടിയതൊന്നും ഒരിക്കലും അങ്ങനെ തന്നെ ഉറക്കില്ല, അത് ഉറച്ചതൊരു അത്ഭുതമാണ് എന്നാണ് വിചാരിക്കണേ. ഞാൻ വിചാരിക്കുകയാണ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു സുഖപ്രസവം ഒരു അത്ഭുതമായി മാറും അടുത്ത കാലത്ത് തന്നെ. തീർച്ചയായിട്ടും സാർ. നമുക്ക് പലപ്പോഴും ഈ മുട്ടുതേയ്മാനമായിട്ട് വേദന കാരണമാണ് പലപ്പോഴും ഓർത്തോപെഡിക് സർജൻസിന്റെ അടുത്ത് ഫിസിഷ്യന്മാരെ റെഫർ ചെയ്യുക, അല്ലെങ്കിൽ ഡോക്ടറുടെ ഓർത്തോപെഡിഷനെ കാണാൻ വരുന്നത് പലപ്പോഴും ഈ വേദന അസഹനീയമായിട്ടായിരിക്കും പലപ്പോഴും വരിക എന്ന് പറയുന്നത്. അപ്പോൾ ഈ വേദനയ്ക്ക് പലപ്പോഴും ഡോക്ടർമാർ നിർദ്ദേശിക്കാറുണ്ട്, ഇനി ഈ തേയ്മാനമൊക്കെ വന്നു കഴിഞ്ഞു, ഇനിയുള്ളത് ഒരു മുട്ടു മാറ്റിവെക്കൽ ശസ്ത്രക്രിയയെക്കുറിച്ചാണ്. അപ്പോൾ ഇതില്ലാതെ തന്നെ നമുക്കത് മാനേജ് ചെയ്യപ്പെടാൻ പറ്റുമോ, പ്രത്യേകിച്ച് പണമില്ലാത്തവർക്ക്? സത്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പണമില്ലാത്തവരാണ് ഇങ്ങനത്തെ ചികിത്സകൾ ചോദിച്ചു വാങ്ങുന്നത്. പണമുള്ളവർ കുറേയും കൂടി വിവേകികളായിരിക്കും, അതുകൊണ്ടാണ് അവർ പണം ഉണ്ടാകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ചോദിച്ചു വാങ്ങുമ്പോൾ നമുക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് രോഗികൾക്ക് പറ്റിയ ഡോക്ടർമാരായില്ലെങ്കിൽ നിങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റില്ല. അതാണ് അതിൻ്റെ ഉത്തരം.
തീർച്ചയായിട്ടും സാർ. നമുക്കിപ്പോൾ പലപ്പോഴും ഈ ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് കുറയ്ക്കാനായിട്ട് ഇപ്പോൾ ഒരു സാധാരണക്കാരായ ഒരാളിന് ഇപ്പോൾ വീണ് പൊട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ പോകുക എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ മാത്രമേ അദ്ദേഹത്തിന് അറിയുള്ളൂ. ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എനിക്കിപ്പോൾ വേദനയുണ്ട് അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് ആക്സിഡൻ്റ് ആയി ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് പോകുക എന്നുള്ളത്. പക്ഷേ ഹോസ്പിറ്റലിൽ പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ ട്രീറ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ഇത്രയൊക്കെ ആകും എന്നുള്ള. അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് കുറയ്ക്കാനായിട്ട് പേഷ്യൻ്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലായിരിക്കണം അവർ യഥാർത്ഥത്തിൽ? അതായത് ഇപ്പോൾ എൻ്റെ മകൻ ഇപ്പോൾ ഹോസ്പിറ്റലായി അല്ലെങ്കിൽ ഒരു ആക്സിഡൻ്റ് ആയി ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു, അദ്ദേഹത്തിന് ചികിത്സിക്കാനുള്ള പണത്തിൻ്റെ കുറവ്, അദ്ദേഹത്തിന് നല്ല ചികിത്സ പക്ഷേ വില കുറച്ച് അല്ലെങ്കിൽ പണം കുറച്ച് ഉപയോഗിച്ചുകൊണ്ട് നല്ല ചികിത്സ നടപ്പിലാക്കുന്ന ഒരു രീതി. ഏറ്റവും അത്യാവശ്യം വേണ്ടത് ഡോക്ടർമാരിലുള്ള വിശ്വാസമാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ ഡൽഹിയിൽ ഉണ്ടായ സംഭവം ഓർത്തല്ലോ, അയാൾ സിമ്പിളായിട്ടുള്ള ലളിതമായ ചികിത്സകളാണ് ആ ഡോക്ടർ വിചാരിച്ചത്. പക്ഷേ അയാൾ സമ്മതിക്കുന്നില്ല, രോഗി സമ്മതിക്കുന്നില്ല. ഈ ഒരു അനുഭവം എല്ലായ്പ്പോഴും ഉണ്ടാകുന്നുണ്ട്. അതായത് ലളിതമായ ചികിത്സ ചെയ്യാൻ രോഗികളെ സമ്മതിച്ചാൽ തന്നെ അവരുടെ ബന്ധുക്കളോ അവരുടെ കൂട്ടുകാരോ സമ്മതിക്കാതെ വരികയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഡോക്ടർമാർ നിസ്സഹായരാണ്, ലളിതമായ ചികിത്സ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. സാർ നേരത്തെ പറഞ്ഞ മുടക്ക് നമുക്കിപ്പോൾ ഏതൊരു ഡോക്ടറെയും നമ്മൾ പോയി കാണുന്ന ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ്. ഈ ഡോക്ടർ നന്നായിട്ട് എന്നെ ചികിത്സിക്കും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഒരു ഡോക്ടർ നമ്മളെ ഈവൻ എമർജൻസി ആയിട്ടൊരു കാഷ്വാലിറ്റി ഡോക്ടറെ പോയി കാണുമ്പോഴും ആ ഡോക്ടറുടെ കയ്യിൽ നിന്ന് എനിക്കൊരു ആശ്വാസം ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് എപ്പോഴും കാണുന്നത്. പലപ്പോഴും ഈ പ്രത്യേകിച്ച് പ്ലാസ്റ്റർ ഒക്കെ ഇടുന്ന ഒരു സമയത്ത് എപ്പോഴും ആൾക്കാർക്കുണ്ട് ഈ പ്ലാസ്റ്റർ ഇട്ടത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എല്ല് ഊറി പിടിക്കുമോ എന്നുള്ള തരത്തിലേക്ക്, അല്ലെങ്കിൽ പ്ലാസ്റ്റർ ഇട്ടുകൊണ്ട് മാത്രം എല്ല് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ട്രീറ്റ്മെൻറ്റ് പൂർത്തിയാകും എന്നുള്ള നിലയിൽ അത്തരത്തിലുള്ളൊരു വിശ്വാസം എത്രത്തോളം ഇതിനെ ബാധിക്കും? എങ്ങനെയാണ് പ്ലാസ്റ്റർ ഇട്ടിട്ട് യോജിക്കുന്നത് എന്ന എക്സ്റേ ഞാൻ ആദ്യം കാണിച്ചല്ലോ. അതേപോലെയുള്ള ഒരു ഫ്രാക്ചർ ഉണ്ടായ ഒരു സംഭവം പറയാണ്. എനിക്ക് പരിചയമുള്ള ഒരു ഡോക്ടറെ ഞാനൊരു ഫംഗ്ഷനിൽ കണ്ടു. ആ ഡോക്ടറുടെ ബ്രദർ ആ ഫംഗ്ഷനിൽ വരേണ്ടതായിരുന്നു, പക്ഷേ കണ്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ആ ബ്രദർ വരാഞ്ഞതെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു അയാൾക്ക് ഓപ്പറേഷൻ ചെയ്തിരിക്കുകയാണ്. എന്തായിരുന്നു, ഇതേപോലെ ഒരു ഫ്രാക്ചറാണ്, അത് പ്ലാസ്റ്റർ ഇട്ടിട്ടാണ് അവർ ചികിത്സിച്ചത്. പക്ഷേ ഞാൻ പ്ലാസ്റ്റർ ഇടുമ്പോൾ തന്നെ ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഇത് ഓപ്പറേഷൻ ചെയ്യാൻ നല്ലത് എന്ന്. ഈ ഫിസിഷ്യൻ, ആൾ ഓർത്തോപെഡിക് സർജൻ അല്ല, ഫിസിഷ്യനായ ഈ പറഞ്ഞ രോഗിയുടെ ജ്യേഷ്ഠൻ ഡോക്ടറോട് പറഞ്ഞു എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ അത് രോഗിയോടും പറഞ്ഞു കാണും. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ജ്യേഷ്ഠൻ്റെ വാക്കുകൾ വിശ്വസിച്ച ആ രോഗിയുടെ എല്ലാം ഉറക്കുണ്ടാവില്ല. കാരണം ഏത് ചികിത്സ വിജയിക്കണമെങ്കിലും ഡോക്ടറിൽ വിശ്വാസം ഉണ്ടാവണം. ഒരു ഡോക്ടർ അയാളുടെ ബ്രദർ, സ്വന്തം ബ്രദറായിട്ടുള്ള ഡോക്ടർ പ്ലേറ്റ് ഇട്ടാലേ അത് എല്ലാം ഉറക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ആ എല്ലാം ഉറക്കി തന്നെ ഇല്ല. കാരണം ആ രോഗിയുടെ വിശ്വാസം അതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഡോക്ടർമാരെ വിശ്വസിക്കണം എന്ന് പറയുന്നത്. ഡോക്ടർമാർ അത് ശരിയാക്കുന്നുള്ള വിശ്വാസം ഇല്ലെങ്കിൽ അത് ശരിയാവില്ല. ഡോക്ടർമാർ വിചാരിച്ചാലും സാധിക്കില്ല, രോഗികൾ വിചാരിച്ചാലും സാധിക്കില്ല. സാർ നമുക്കറിയാം, നമുക്ക് ഈ ജനറലി നമ്മുടെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എക്സ്പെൻസീവ് ആവുന്നുണ്ട്. നമുക്കിപ്പോൾ ഓർത്തോപെഡിക് മാത്രമല്ല നമ്മൾ എടുത്തു കഴിഞ്ഞാൽ. അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ ചികിത്സാൻ്റെ എക്സ്പെൻഡിച്ചർ കുറയ്ക്കാനായിട്ട് ഡോക്ടറുടെ നിലയിൽ, പ്രത്യേകിച്ച് ഇത്തര ലളിതമായിട്ടുള്ള മാർഗ്ഗങ്ങളിൽ കൂടി ചികിത്സിക്കുന്ന ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ നമ്മുടെ പ്രേക്ഷകരോട് എന്തെങ്കിലും ആശയം കൊടുക്കാനുണ്ടോ? മാധ്യമങ്ങളിലൂടെ ലഭിക്കുന്ന ഇൻഫർമേഷൻസ് പലപ്പോഴും ശരിയാവണമെന്നില്ല. ആ ഒരു ഇൻഫർമേഷൻ കൊല്ലങ്ങളായിട്ട് പഠിക്കുകയും കുറേ നാൾ ജോലി ചെയ്യുകയും രോഗികളെ കാണുകയും ചെയ്യുന്ന ഡോക്ടർമാരുടെ അറിവുകളായിട്ട് ഒരിക്കലും പൊരുത്തപ്പെടാൻ പറ്റില്ല. പലപ്പോഴും അവരിൽ നിന്ന് ലഭിക്കുന്ന മാധ്യമങ്ങളിൽ നിന്ന് കിട്ടുന്ന തെറ്റെന്ന് പറയില്ല, തെറ്റിദ്ധരിക്കപ്പെട്ട പല ഇൻഫർമേഷൻസാണ് ഇങ്ങനെയുള്ള ചികിത്സകളെ കൂടുതൽ ചിലവുള്ളതാക്കി മാക്കുന്നത്. ലളിതമായ ചികിത്സകൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കാതെ വരുന്നത് പലപ്പോഴും തെറ്റായിട്ടുള്ള മാധ്യമങ്ങളിലൂടെ ലഭിക്കുന്ന തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻസാണ്. അവർ വിചാരിക്കുക നമ്മൾ എക്സ്റേ കണ്ടിട്ട് അത് എല്ല് ഉറക്കില്ല എന്ന് രോഗി തീരുമാനിച്ചാൽ തീർച്ചയായിട്ടും അത് എല്ല് ഉറക്കാൻ പറ്റില്ല, അവർ വേറെ ചികിത്സയിലേക്ക് പോകും. അതേസമയം ലളിതമായ ചികിത്സകൾ, ഡോക്ടർമാരെ വിശ്വസിച്ച് ലളിതമായ ചികിത്സകൾ സ്വീകരിക്കുകയാണെങ്കിൽ അതാണ് ചികിത്സ കുറയും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ നാട്ടുകാരനായ ബിസിനസ്സുകാരൻ, അയാൾക്ക് അന്ന് പിറ്റേ ദിവസം ഞാൻ അന്ന് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ അയാൾക്ക് 1,00,000 രൂപയുടെ ബില്ല് വരുമായിരുന്നു. അതേസമയം അയാൾക്ക് 1000 രൂപ പോലും ആയില്ല.
അങ്ങനെയാണ് അത്. അപ്പോൾ അതുകൊണ്ടാണ് വിവേകമാണ് ഇവിടെ വേണ്ടത്. രോഗികൾക്ക് വിവേകമുണ്ടെങ്കിൽ ചികിത്സാ രീതി കുറയും, ചികിത്സയുടെ ചിലവ് കുറയും, അല്ലാണ്ട് വേറെ പരിപാടികളില്ല. വിവേകമായിട്ടുള്ളൊരു സമൂഹത്തിന് തന്നെ നമ്മൾ പ്രത്യാശിക്കാം. സാറിൻ്റെ തിരക്കേറിയ സമയം പീപ്പിൾ ടി വിയോട് സഹകരിക്കുക, നമ്മുടെ പ്രേക്ഷകരോട് സാറിൻ്റെ അനുഭവങ്ങൾ പങ്കുവച്ചതിനും ഇനിയൊരു അവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും ഞങ്ങൾ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം ഹലോ ഡോക്ടർ പീപ്പിൾ മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, കാലി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം 34. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം hello@peopletv.in എന്ന വിലാസത്തിലും. പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.